നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സ്ത്രീ മുന്നേറ്റത്തിന്റെ വിജയ രഹസ്യം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അഞ്ജന അപ്പുക്കുട്ടൻ ആൻഡ് ജയകുമാർ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ടോ ഇങ്ങനത്തെ ഒരു ഡാൻസ് കളിച്ചിട്ട് കുറെ നാളായോ ചേട്ടാ? കുഴപ്പമില്ല. കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാറുണ്ട്. വല്ലപ്പോഴൊക്കെ ഡാൻസ് കളിക്കാറുണ്ട്. എന്തായാലും ആ പുതിയ സ്റ്റെപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, പറയൂ. നല്ല നല്ല വിശേഷങ്ങള്, നല്ല നല്ല കുറെ വിശേഷങ്ങൾ ഉണ്ടെന്ന് ഞങ്ങളും അറിഞ്ഞു. അതുകൊണ്ട് പ്രേക്ഷകരുടെ നിരന്തരമായിട്ടുള്ള ഫോൺ കോൾസിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇരിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ പറയൂ, ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ ആ സീരിയലിന്റെ വിശേഷങ്ങളാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. ആരാദ്യം പറയുന്നത്? മണിക്കുട്ടിയാണോ, അല്ല മണിക്കുട്ടനാണോ, ശ്രീകുട്ടിയാണോ? എന്റെ മാക്കു പറഞ്ഞോട്ടെ. അതെ, മാക്കു പറഞ്ഞു. അപ്പൊ ഈ മാക്കു ശ്രീകു എന്നുള്ള പേര് ഡയറക്ടർ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇട്ടത്, അതോ നിങ്ങൾ ആക്ടേഴ്സ് ഒരു സ്വാതന്ത്ര്യം എടുത്തതാണോ? ഏകപക്ഷീയമായിട്ടുള്ളതല്ല, എല്ലാരും കൂടെ അങ്ങനെ ഒരു ഷോർട്ട് ഫോം. മനസ്സിലായി. അവിടെ അങ്ങനെ ഒരു സെറ്റില് അഭിനയിക്കാൻ പോണു എന്നുള്ളൊരു ഫീൽ ഇല്ലല്ലോ. എല്ലാ ഇച്ചിരി അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എന്റെ മാക്കു മാത്രമാണ്. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ സെറ്റില് ഉരുളക്കുപ്പേരി പേര് പോലെ തന്നെ നിങ്ങളുടെ ഡയലോഗ്സും അങ്ങനെ തന്നെയാണല്ലേ? ചടപട ചടപട ചടപടാന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. സോ നിങ്ങൾ എങ്ങനെ ഡയലോഗ്സ് ഒക്കെ പഠിക്കുന്നതും അല്ലെങ്കിൽ ആ പ്രോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല? 100 ഡയലോഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ 10 ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ആ സ്പോട്ടിൽ എന്താ വരുന്നേച്ചാല് അത് ഇടുക. ചിലതൊക്കെ അങ്ങനെയാണല്ലോ, റിഹേഴ്സലും ഉണ്ടാവാറില്ല അവിടെ. സിറ്റ്കോമുകളാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലൈനെ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് ക്ലാഷ് ഒക്കെ വരണം. കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ടില്ലെങ്കിൽ അത് കൊഴുക്കത്തില്ല, സീൻ കൊഴുക്കത്തില്ല. ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞാലും ചേട്ടൻ അതിന് ഇരട്ടിയായിട്ട് പറയും. അപ്പൊ നമുക്കും ഒരു എനർജി ആണല്ലോ, പരസ്പരം ഒരു നല്ലതായിട്ടിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇനിയും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഈ അഞ്ജന അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. പല പല സിനിമകളിലും സീരിയലിലാണെങ്കിലും സ്റ്റേജ് ഷോസ് ഡാൻസറായിട്ടും ഒക്കെ അറിയാം. പക്ഷെ ആർക്കും അറിയാത്ത അല്ലെങ്കിൽ എവിടെയും പറയാത്ത ഒരു അഞ്ജന അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരോട് എന്തായിരിക്കും ഷെയർ ചെയ്യാൻ ഉണ്ടാവുക? അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ആദ്യത്തെ പടം അല്ലെങ്കിൽ ആദ്യ സീരിയൽ എങ്ങനെയായിരുന്നു വന്നത്. പക്ഷെ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമൃതാനന്ദമയി അമ്മയുടെ കുട്ടിക്കാലം ഞാനാണ് ചെയ്തത്. അത് ശരി. അന്ന് ഏകദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അത് വിളിക്കാനൊരു കാരണമുണ്ട്. കാര്യം അമ്മയുടെ ബർത്ത്ഡേ എല്ലാ വർഷവും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിന്റെ അടുത്താണ് നമ്മുടെ കലൂര് ആശ്രമം. അപ്പൊ അവിടെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. അതുണ്ടെങ്കിൽ എവിടെയും ചാടി വീഴും. അതിന് ഫസ്റ്റ് അടിച്ചു. പിന്നെ അങ്ങനെ വിളിച്ചു പോയി, സ്വാമി പറയണ പോലെയൊക്കെ ചെയ്തു. പിന്നെ അന്ന് അഭിനയം അങ്ങനത്തെ അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും അതെ, എനിക്കിപ്പോ പറഞ്ഞപ്പോ അമൃതാനന്ദമയി അമ്മയുടെ ആ ഒരു വേഷം ചെയ്യാൻ പറ്റി. ആ ഒരു മുഖത്തിന്റെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം നമ്മൾ വേറെ എവിടെ പറഞ്ഞാലും ചിലപ്പോൾ അവർ ഇത് ചെയ്യില്ല. പക്ഷെ നമ്മുടെ ചാനൽ അത് പറയുമ്പോ ശരിക്കും അങ്ങനെ നോക്കുമ്പോ ഇവിടുത്തെ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ആണല്ലോ ആദ്യമായിട്ട്. അപ്പൊ ഇത് അധികം ആർക്കും അറിയാത്ത അഞ്ജന അപ്പുക്കുട്ടൻ്റെ ഒരു രഹസ്യമാണ്. അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. സന്തോഷം. അതുപോലെ തന്നെ ജയകുമാരേട്ടനും ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാളല്ലേ? സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പിന്നെ ഈ ക്ലബ്ബുകളിലും അങ്ങനെയൊക്കെ. സോ ആ സമയത്തൊക്കെ എങ്ങനത്തെ ഇതേപോലെ തന്നെ തമാശ റോൾസ് ആയിരുന്നോ, അതോ സീരിയസ് റോൾസ് ആയിരുന്നോ ചെയ്തത്? അതോ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നോ? റൊമാൻറ്റിക് ഹീറോ അല്ല, ഞാൻ കോമഡി വേഷങ്ങൾ തന്നെ. കോമഡി വേഷങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ. അതെന്തുകൊണ്ടായിരിക്കും കോമഡി വേഷങ്ങളിലേക്ക് ചേട്ടനെ വിളിച്ചു തുടങ്ങിയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശബ്ദമാണോ, രൂപമാണോ? അല്ല, അത് അത്തരം വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് അന്നേ താല്പര്യമായിരുന്നു. താല്പര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊക്കെ ആയപ്പോഴും
മോണോ ആക്ട്, നാടകങ്ങളിൽ തന്നെ കോമഡി വേഷങ്ങൾ, അത്രയൊക്കെ ചെയ്തു. പിന്നീട് ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞും ഞാൻ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടി പ്രൊഫഷണൽ നാടകത്തിന് പോകുന്നുണ്ട്. ഞാൻ ഒരു അഞ്ച് വർഷത്തോളം പ്രൊഫഷണൽ നാടകത്തിന് പോയി. അത് കഴിഞ്ഞാണ് പിന്നെ എനിക്ക് ഫിലിമിലേക്ക് ഒരു അവസരം. അത് രാജസൻ സാറ് ആണ് എനിക്ക് അവസരം തരുന്നത്. ഞങ്ങൾ സന്തുഷ്ട. അദ്ദേഹമാണ് എനിക്ക് ഇതിലേക്കൊരു, അദ്ദേഹം ഗുരു, പോലീസ് ഓഫീസറുടെ. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഈ സീരിയലൊക്കെ അഭിനയിച്ചിട്ട് ജോലി സ്ഥലത്ത് പോകുമ്പോ ആൾക്കാര് കുറച്ചും കൂടി ഒരു അങ്ങനെയൊക്കെ പറഞ്ഞ് ഓടി വരാറുണ്ടല്ലേ? എത്രയോ അത് അത്രമല്ല, നമ്മളൊക്കെ ഒഫീഷ്യലി ഇരിക്കുമ്പോൾ ഞാൻ ജില്ലാ ഹെഡായിരുന്നു, ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ആൾക്കാരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരും. ചിലർ വന്ന് ഉപദേശിക്കുകയൊക്കെ ചെയ്യും. അല്ല, എന്റെ ഞാൻ ചെയ്ത ക്യാരക്ടറുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയാ പോലെ ഇച്ചിരിയൊക്കെ ഗൗരവമാണ്. ശരി, ഈ അഞ്ജന അപ്പുക്കുട്ടൻ ഇറാനിൽ നിന്നൊരു കല്യാണാലോചന വന്നിട്ട് ആ കല്യാണം നടക്കാതെ വിഷമത്തിൽ ഇന്നും ആ ഇറാനി മനുഷ്യനെ ആലോചിച്ച് നെഞ്ചു പൊട്ടി ജീവിക്കുന്ന ഒരു അബദ്ധം ആ കഥയൊന്ന് കേക്കട്ടെ. ഇറാനി അത് വേറൊന്നുമല്ല, ഞാനിപ്പോ ആലോചിക്കുന്നേ ഇറാഖ് സംഘർഷങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ പുള്ളി ഇത്രയും സംഘർഷത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് സമാധാനമായ ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അതെന്താന്നറിയോ, ഞാൻ എപ്പോഴും എയർപോർട്ടിൽ ചെന്ന് എന്നെ പിടിക്കും. എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കാര്യമില്ല, എന്നെ പിടിക്കും. അപ്പൊ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെ ഡാൻസിന്റെ കോസ്റ്റ്യൂമൊക്കെ എൻ്റെ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത്. അപ്പൊ ഈ സേഫ്റ്റി പിന്നെ ഇതൊന്നും വെക്കരുത് അതൊക്കെ എടുത്ത് വെച്ച് കിടുക്ക് കടിച്ചു, എന്നെ പിടിച്ചു. ഇവരെല്ലാരും ഏതാന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. വിദേശത്ത് 1 month ടൂറല്ലേ പോകുന്നേ, അങ്ങനെ. അപ്പോ ബാക്കി എല്ലാരും പോയി, ഞാനിവിടേക്ക്. ഇയാളാണെങ്കിൽ 1/2 മണിക്കൂർ, അന്നൊന്നും അറിയത്തില്ല നമ്മൾ ഈ മറ്റേ കുങ്കുമൊക്കെ തൊട്ട് ഇതിൽ കണ്ടിട്ടാണോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ആദ്യമേ വീണ്, പിന്നെ ഇതെന്താന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് നമ്മളുടെ ഒരു പ്രയറിന്റെ ഇതിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ പെട്ടി തുറപ്പിക്കുന്നുണ്ട്, ഇതിനകത്തല്ല നോക്കുന്നേ. എൻ്റെ അടുത്ത് ഇങ്ങനെ കഥകൾ പറഞ്ഞ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും വില്ലി മാരി മീന്ന്. ഇത് തള്ളല്ലോ, ഞാൻ പറഞ്ഞ അയാൾ അങ്ങനെ ചോദിച്ചോ? അതിനു വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തി. എങ്ങനെ ഈ കുങ്കുമത്തിലാ വീണത്, എന്റെ മൂകാംബിയമ്മയുടെ കുങ്കുമത്തിലാണ് അങ്ങനെ വീണത്. അവരവിടെ ടെൻഷൻ അടിച്ച് നിക്കുവോ, എന്നെ വിടണ്ടേ, ഷോ ചെയ്യണ്ടേ. വില്ലി മാരി മീൻ ചോദിക്കുമ്പോ അഞ്ജനയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? എന്റെ പ്രതികരണം കിളി ഭാഷ പിന്നെ നന്നായിട്ട് അറിയാവുന്നോണ്ട് സ്ഥിരം പിടിക്കാറുണ്ട്. ഉഗാണ്ടയിൽ പോയി വന്നപ്പോഴും നമ്മൾ ഈ ഉഗാണ്ടൻ വരാഗി ഉണ്ട്, അവിടുത്തെ വാറ്റുചാരായാണ്. അത് ഈ മറ്റേ എന്താണ് സ്പ്രൈറ്റ് അങ്ങനെയുള്ള സാധനത്തിൽ മിക്സ് ചെയ്താ കഴിക്കുക. അപ്പൊ വരുമ്പോ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വരും. എല്ലാരും ചെയ്യുന്ന കാര്യം, തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഞാനൊരു പാക്കറ്റില് 12 സാഷയാണ്. അങ്ങനെ ഒരു 5 പാക്കറ്റ് ഉണ്ടായിരുന്നു, മീൻസ് 5 ഇതുണ്ടായിരുന്നു. പക്ഷെ ബാക്കി എല്ലാവരുടെയും എടുത്ത് കളഞ്ഞ്. എൻ്റെ മറ്റേ നീഗ്രോ ബ്ലാക്ക് അങ്ങരായിരുന്നു. പക്ഷെ ഞാൻ അങ്ങൊരു സോപ്പിട്ട് സാർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മാത്രം ഇത് സാർ പ്ലീസ് സാർ മൈ ഫാദർ ഡ്രിങ്ക്സ് പ്ലീസ് സാർ. അച്ഛന്റെ പേരും പറഞ്ഞ് വാറ്റടിക്കുന്ന മകളായിട്ട് ബാക്കി എല്ലാവരും എടുത്ത് കളഞ്ഞ്, എന്റെ മാത്രം 12x5 അത്രയും സാധനം ഞാൻ വീട്ടിൽ മിടിക്കായിട്ട് കൊണ്ടത്. എല്ലാരും വളച്ച് കുപ്പിയിലാക്കാൻ അതിന് വല്ല കാശ് ചെലവുണ്ടോ? ഇല്ല. ഈ നമ്മുടെ മാക്കൂനെ വരെ ഞാൻ ആ ഒറ്റ വീണ് പോരുത്. അതായത് ഇറാനികൾക്കും മറ്റേ ആഫ്രിക്കൻസിനും പറ്റിയ അബദ്ധം നമ്മൾ മലയാളികൾക്ക് അതൊരിക്കലും പറ്റില്ല. മലയാളികൾ കുറച്ചുകൂടെ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് മലയാളികൾ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, മലയാളികൾ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആരാധകരൊക്കെ വിളിച്ചിട്ട് Will you marry me? ഭാഗ്യം ചെയ്ത ജന്മമാണ്. എസ്കേപ്പ് ആവും. അങ്ങനെ ഇന്ന് വരെ പോയി തല വെച്ച് കൊടുക്കും. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അത് പറയൂ. അങ്ങനൊന്നുമില്ല, ഏതെങ്കിലും ഒരു ഹതഭാഗ്യം വന്ന് അവന്റെ നല്ല സമയത്ത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഇറാനിയോട് ഇപ്പോഴും നല്ല ഓർമ്മയാ. എന്തോ ഒരു വൈകാരിക
ഒരു ഇത് അതെ, എനിക്ക് തോന്നുന്നു, അതായത് പറയുന്ന ഓരോ വാക്കിലും ഇറാനിയോട് ഒരു പ്രത്യേക ഇഷ്ടം അല്ലെങ്കിൽ പക്ഷെ നല്ല ഗ്ലാമറാ കാണാൻ. ഇച്ചിരി പ്രായമുണ്ട്, കൂടുതലുണ്ട്, അതൊന്നും വലിയ കുഴപ്പമില്ല. അതാകുമ്പോ കുരുത്തക്കേട് സഹിച്ചോളൂ. അതെ, നല്ല നല്ല ഗ്ലാമർ ആണല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഒരു ലവ് ലെറ്റർ ഒക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വാക്ക്, ഇപ്പൊ ഒരു ഫോൺ അദ്ദേഹം വിളിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മലയാളത്തില് എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തോട് പെട്ടെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങള്? അയ്യോ, ഇപ്പോഴും ഓർമ്മയുണ്ടോ അന്ന് പ്രപ്പോസ് ചെയ്തത്? ഇപ്പൊ പ്രപ്പോസ് ചെയ്ത ഞാൻ വരാം. പ്രത്യേകിച്ച് എയർപോർട്ടില് അമ്മ, എനിക്ക് ഈ എയർപോർട്ടില് ജോബിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഈ എപ്പിസോഡ് നമ്മൾ ഇറാനിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോണു എന്ന് വിചാരിക്കാം. അപ്പൊ അദ്ദേഹം ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോട് റൊമാൻറ്റിക് ആയിട്ട് പറയാനുള്ള ഒരു 2 കാര്യം. ഐ മിസ് യു സോ മച്ച് മൈ ഡിയർ. അയ്യോ, എനിക്ക് നല്ല ഓർമ്മ. അങ്ങേരുടെ ഫേസും ഭയങ്കര ഹൈറ്റ് ഒന്നും നല്ല ഹൈറ്റ് ഇല്ല, ഭയങ്കര ഹൈറ്റ് അല്ല, പാകത്തിന് ഹൈറ്റ്, നല്ല ഭംഗി. ഇവിടെ ഇച്ചിരി കഷണ്ടി ഒക്കെ ഉണ്ട്, അതെനിക്കറിയാം. നല്ല ചിരി, നല്ല കണ്ണ്, ക്യൂട്ടായിട്ടുള്ള ഒരു ഇറാനി പയ്യനായിരുന്നു. അപ്പൊ ഇനി എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഗെയിം കളിക്കണം. പക്ഷെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒരു ഗെയിം കളിക്കണം. റെഡി? ആ ഗെയിമിലേക്ക് റെഡ് കാർപ്പറ്റിന്റെ ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. കയ്യില് CD ഇരിക്കുന്നുണ്ട്, 2 CDs ഉണ്ട്. അപ്പൊ ഈ CD വെച്ചിട്ടുള്ളൊരു ഗെയിമാണെന്ന് മനസ്സിലായല്ലോ. പിന്നെ കുറച്ച് കളർ ബോൾസും ഉണ്ട്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CDയുടെ ഇവിടെ ഈ ബോൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു കൈ കൊണ്ടാട്ടോ കൊണ്ടുവരാൻ പാടുള്ളൂ. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അതിലേക്ക് ഇടണം. അതവിടെ ഇരിക്കണം, ഉരുണ്ടു പോകരുത്. അതെ, പോളം, പോളം അതാണ്. അങ്ങനെ നിങ്ങൾ എത്ര പോളം 1 മിനിറ്റിൽ ചെയ്യും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സമ്മാനം നിശ്ചയിക്കുന്നത്. 1 മിനിറ്റ് സമയമുണ്ട്. ഇപ്പൊ ജയൻ ചേട്ടന് 1 മിനിറ്റ് സമയമുണ്ട്, അഞ്ജനയ്ക്ക് 1 മിനിറ്റ് സമയമുണ്ട്. ആദ്യം ആര് ഗെയിം കളിക്കും അത് പറയൂ. ജയൻ ചേട്ടൻ ഗെയിം കളിക്കും. അതെ, ജയൻ ചേട്ടൻ വളരെ പക്വതയായിട്ട് ഈ ഗെയിം കളിക്കുന്നത് അഞ്ജന നോക്കി കണ്ട് പഠിക്കട്ടെ. അതെ, യെസ്. Ready? So 1, 2, 3, music. അയ്യോ, ഒന്നും സംഭവിക്കില്ല. വെരി ഗുഡ്. ഒരു ബോള് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും അയ്യോ, വെരി ഗുഡ്. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ 2 എണ്ണം ഇപ്പൊ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതേപോലെ തന്നെ യെസ്. അയ്യോ, സമയമുണ്ട് നമുക്ക്. 3 ഗുഡ്. നമുക്കിനി 10 സെക്കൻഡ് കൂടി ഉള്ളൂ, അതും കൂടി എടുത്തോ. 4 വെരി ഗുഡ്. 5 ഇനി 5 സെക്കൻഡ് കൂടി ഉള്ളൂ. 1 ഞാൻ പെട്ടു. 3 ടൈം ഔട്ട്. ഇത് കൂട്ടും. ടൈം ഔട്ട് പറഞ്ഞതിന് മുമ്പ് വീണു. അങ്ങനെ 3 6 ബോൾസ് ചേട്ടൻ വളരെ വിജയകരമായി ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. കൊള്ളാം, സൂപ്പർ. ഇത് ജയകുമാരനെ ഇത് സർവേക്കല്ലാന്ന് സങ്കല്പിച്ചാൻ തോന്നുന്നു. ഞാനിനി 7 ഇടണ്ട്. ഇത് എന്ത് കല്ലാണെന്ന് സങ്കല്പിക്കാൻ ആഗ്രഹം, മനസ്സിൽ ഇഷ്ടമുള്ള സംഭവം എന്താണ്? ഇത് ഏതെങ്കിലും ശത്രുവിന്റെ തലയാന്ന് സങ്കല്പിക്കും. അല്ലെങ്കിൽ ഇറാനിയുടെ. അയ്യോ, അങ്ങേരല്ലെങ്കിൽ കഷണ്ടി തലയാ, അതാണെന്ന് വിചാരിച്ചോ? ശരി, അപ്പൊ അഞ്ജന ഇനി എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം. റെഡി? 1, 2, 3, മ്യൂസിക്. ഒരു കൈ. അത് ഇറാൻ വരെ എത്തി. ഇത് സൂപ്പർ. അങ്ങനെ 1 എണ്ണം പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പ്ലേസ് ചെയ്യാൻ ബോള് ശരിയല്ല, അതുകൊണ്ടാണ്, അല്ലാതെ കോൺസെൻട്രേഷൻ ഇല്ലാത്തോണ്ടാണ്. മഞ്ഞ ആദ്യം ഒരു മഞ്ഞ, ഈ മഞ്ഞയും വീഴും.
മഞ്ഞയാണ് കുട്ടിയുടെ. ആ, അതാണ് അഞ്ജനയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മഞ്ഞയാണ്. അടുത്ത മഞ്ഞ. ഇനി 20. അയ്യോ, മഞ്ഞ വേണ്ട, മഞ്ഞ വേണ്ട, മാറ്റി പിടിച്ചോ. 20 സെക്കൻഡ് കൂടി ഉള്ളൂ ഇനി ബാലൻസ്. അയ്യോ, അവിടെ എത്തുമ്പോ എന്താ ഇത്ര സ്പീഡ് അഞ്ജന? ആ, പതുക്കെ 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 പതുക്കെ. സമയം കഴിയാറായി. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം സമയം. 5 സെക്കൻഡ് കൂടി ഉള്ളൂ ബാലൻസ്. ഇനി 3, 2, 1. ഞാൻ വിട്ടുകൊടുത്തതാ. അങ്ങനെ 2 മഞ്ഞ ബോളുകൾ കുട്ടി കളക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ 2 എങ്ങനെ ചെയ്തല്ലോ. അടിപൊളി അടിപൊളി അടിപൊളി. അതെ, ഇദ്ദേഹം 6 അപ്പൊ അജഗജാന്തരം വ്യത്യാസമുണ്ട് 2ഉം 6ഉം തമ്മിൽ. ഒരു സീനിയർ എന്തായാലും ഈ ഗെയിമിൽ ജയിച്ചത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ സ്വന്തം വേണ്ട, അഞ്ജനയുടെ സ്വന്തം മാക്കു. അങ്ങനെ ജയകുമാരേട്ടൻ ഗംഭീരമായി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ്. ഇനിയും മാക്കു എന്നുള്ള പേരുള്ളവർക്ക് പറ്റിയ ഒരു സമ്മാനം എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാൻ പോവാണ്. ഓക്കെ, അഞ്ജനയ്ക്ക് നമുക്കൊരു പണിഷ്മെന്റ് കൊടുക്കണം. അഞ്ജനയ്ക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് പൊങ്ങച്ചം പറയണം ഒരാളെ കുറിച്ച്. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ സീരിയൽ ഉരുളയ്ക്ക് ഉപ്പേരിയിലൊക്കെ അഭിനയിക്കുന്ന പോലെ ലൈവായിട്ടുള്ള, അല്ലാതെ ഭയങ്കര അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നുമല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൊങ്ങച്ചം പറയണം. എന്താ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടന്റെ യൂട്യൂബിലുള്ള കുക്കറി ഷോസ് ഒക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ടു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിട്ട് അന്ന് അവനെ വിളിച്ചിട്ട് ഒരു ചിക്കൻ കറി വെപ്പിക്കാം. ഓക്കെ, അതെ, ഇന്നാള് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ എവിടെയെങ്കിലും സദ്യ അറേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു, നമ്മുടെ മോഹൻലാൽ ഉണ്ടല്ലോ, ഈ യൂട്യൂബിലൊക്കെ ലാലേട്ടൻ ഭയങ്കര കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതിലും വലിയൊരു കുക്കിനെ കിട്ടാനില്ലല്ലോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, നമുക്കിന്നൊരു സ്പെഷ്യൽ ഒരു ഷെഫിനെ വിളിക്കാം. ഞാൻ വിളിച്ചു, വീട്ടിൽ വിളിച്ചിട്ട്, ഹലോ മോഹൻലാൽ അല്ലേ? മോഹൻലാലേ, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ താങ്കൾ വന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരണം. പൈസ ഒന്നും തരത്തില്ല, വേണമെങ്കിൽ ഒരു വണ്ടി വിട്ടുതരാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സൈക്കിൾ വരും. ഓക്കെ ആണോ? വേണമെങ്കിൽ ഒരു 1000 രൂപ തരാം. ശരി, ഓക്കെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊരു സൈക്കിൾ വിട്ടു കൊടുത്തു. ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസ് അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളിങ്ങി എത്തി. അങ്ങനെ പുള്ളി ഒന്നും ഉണ്ടാക്കി. ഒരു ചിക്കൻ ഉള്ളി, മറ്റേ ഇതുണ്ടല്ലോ തേങ്ങ ചുട്ട് ചതച്ചിട്ടുള്ള കുരുമുളകൊക്കെ ഇട്ട ഒരു ചിക്കൻ ഉണ്ട്. അത് പറയാതിരിക്കാൻ കേട്ടോ പറ്റത്തില്ല കേട്ടോ. സൂപ്പർ കൈപ്പുണ്യമായിരുന്നു. സ്ഥിരമായിട്ട് ഇനി അദ്ദേഹത്തെ തന്നെ വിളിച്ച് കുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ്. നമുക്ക് വലിയ ചെലവൊന്നുമില്ല. ഒരു സൈക്കിൾ അങ്ങ് മറ്റേ BSAയുടെ സൈക്കിൾ അങ്ങ് വിട്ടു കൊടുക്കുക, ഒരു 1000 രൂപ കൊടുക്കുക, തീർന്നില്ലേ? മാസശമ്പളത്തിന് കിട്ടുമോ? മാസശമ്പളത്തിന് എനിക്ക് ഇത് താല്പര്യമുണ്ട്, പക്ഷെ വേണ്ട. പുള്ളി ഇത് ഓളി അരിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോ തന്നെ സമയം എടുക്കും. എനിക്ക് സമയമില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്. ഞാൻ 30 ഡേയ്സും വീട്ടിലുണ്ടാവാറില്ല. ഇതുപോലുള്ള ശല്യങ്ങൾ എനിക്കും ഉണ്ടാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ രാജൻ വിളിച്ചായിരുന്നു. ഏത് മറ്റേ കരുനാപ്പള്ളിയില് തട്ടുകട നടത്തുന്ന രാജമൗലി സംവിധായകനാ. അപ്പൊ ഏതാണ്ട് ബാഹുബലിയുടെ 3ാം ഭാഗം എടുക്കുന്നുണ്ടല്ലോ. അപ്പം അതില് ഒന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞു. മറ്റേ കുതിരക്കാരനായിട്ടായിരിക്കും. കുതിരക്കാരനോ? കഴിഞ്ഞ ഫിലിമിൽ തന്നെ എന്നെ വിളിച്ചായിരുന്നു. ആ പടത്തിന് വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം അത് അംഗീകരിച്ച് ആ പൈസ പറഞ്ഞതും ഒക്കെ എല്ലാം ഓക്കെ ആയി. ഞാൻ വരാം. നായക വേഷം, അതുപോലെ ഗ്രാമറും, അതുപോലെ ശരീരം. അപ്പൊ അങ്ങനെ RRR എന്നുള്ള പടത്തിൽ ഞാൻ ഏകദേശം ആയപ്പം പിന്നെ ഒരു ദിവസം പിന്നെ പ്രഭ വിളിച്ചു. അയാൾ വിളിച്ചിട്ട് പറഞ്ഞ, ചേട്ടാ പിന്നെ മലയാളത്തിലൊക്കെ അഭിനയിച്ച് നടന്നാ പോരായോ, എന്തിനാ ഞങ്ങളുടെ വയറ്റത്തടിക്കുന്നതെന്ന്. അയ്യോ, അങ്ങനെ ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തു.
പൊങ്ങച്ചൻ പറയാൻ പറയുമ്പോ അങ്ങ് തള്ളി മറക്കന്നെ. രാജനായി, പ്രഭയായി, അനുക്കുട്ടി ഇവിടെ തോളും ചരിച്ചിട്ട് വന്നത് പോരാത്ര ഇടിച്ച് ഞാൻ ഇത് അത് ശരിയാ. എന്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ലാലേട്ടന്റെ അവിടെ. എനിക്ക് ആഗ്രഹമുണ്ട്, ലാലേട്ടൻ അവിടെ പച്ചക്കറിത്തോട്ടം ഉണ്ട്, അവിടെ 1 സെന്റ് തന്നെങ്കിൽ എന്ന് എനിക്ക് ലാലേട്ടനെ കണി കാണാമായിരുന്നല്ലോ. അതെ, പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. അതുപോലെ മാക്കുവിന്റെ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ശ്രീക്കുവിന് പണിഷ്മെന്റ് കൊടുത്തപ്പോഴേക്കും മാക്കു അതിൽ ഇടപെട്ട് ആ പണിഷ്മെന്റിന്റെ ഒരു ഭാഗം ഏറ്റെടുത്ത് ആ സ്നേഹമാണ് ഭയങ്കര സപ്പോർട്ടാട്ടോ. അതില് രാജനെ വലിച്ചെങ്കിലും സംഭവം സപ്പോർട്ട് ചെയ്തു, അതാണ്. പക്ഷെ രസമായിട്ട് ഇവർ രണ്ടുപേരും ഗെയിമും കളിച്ചു, നമ്മുടെ ടാസ്കും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ നല്ലൊരു കൈയടി. താങ്ക് യു.